ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് അതിൽ വരുന്ന ഓൾറെഡി ലിത്തോസ്ഫിയർ എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ കമ്പോസിഷൻ കാര്യങ്ങൾ, റോക്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ ആദ്യം പോയി കാണാം. നെക്സ്റ്റ് നമുക്ക് ഈ മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്ക് സോയിലാണ്. സോയിൽ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി രീതിയിൽ നോക്കാം. സോയിൽ ഈസ് ദ ബയോളജിക്കൽ ആക്റ്റീവ് ആൻഡ് പോറസ് മീഡിയം ദാറ്റ് ഹാസ് ഡെവലപ്ഡ് ഇൻ ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് എർത്ത് ക്രസ്റ്റ്. നമ്മൾ പറഞ്ഞു എർത്ത് ക്രസ്റ്റിൻ്റെ അപ്പർ മോസ്റ്റ് ലെയറാണ് ഏതെന്ന് പറഞ്ഞാൽ ലിത്തോസ്ഫിയർ ആണ്. സോ അവിടെ കാണപ്പെടുന്ന ഒന്നാണ് എന്ത് സോയിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം സോയിൽ പല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. റിസർവോയർ ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആൻഡ് മീഡിയം ഫോർ ദ ഫിൽട്രേഷൻ ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻജുറീസ് വേസ്റ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ വേസ്റ്റേഴ്സിനൊക്കെ എന്താണ് ഫിൽട്ടർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ സൈക്ലിംഗ് ഓഫ് കാർബണിന് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എക്കോസിസ്റ്റത്തിൽ. ഇനി നമ്മൾ സോയിൽ ഹൊറിസോൺസിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. സോയിൽ ഹൊറിസോൺസ് എന്ന് പറഞ്ഞാൽ സോയിൽ ലെയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോയിൽ ഹൊറിസോൺസ് എന്ന് പറയുന്നത്. ലെയേഴ്സ് ഓഫ് സോയിൽ ദാറ്റ് ആർ അണ്ടർഗ്രൗണ്ട് വിച്ച് ഡെവലപ്പ് ഫ്രം ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ആൻഡ് പെർക്കുലേറ്റിംഗ് വാട്ടർ. സോ ഞാൻ പറഞ്ഞു ഒരു സോയിലിൻ്റെ ലെയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഓക്കെ, സോയിൽ ഹൊറൈസൺസ് എന്ന് പറയുന്നത്. സോ ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 7 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒ, എ, ഇ, ബി, സി ആൻഡ് ആർ. ഇപ്പോൾ ഈ ഒന് അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഒ, ഐ ആൻഡ് ഒ, എ ഹൊറൈസൺസ് എന്നാണ്. സോ ഓരോന്നും ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് ഒ ഐ ഹൊറൈസൺ ആണ്. എന്താണ് ഒ ഐ ഹൊറൈസൺ? ഹൊറൈസൺ ഒ ഐ ആൻഡ് ഹൊറൈസൺ ഒ എ ആർ ബോത്ത് ലൊക്കേറ്റഡ് ഇൻ ഹൊറൈസൺ ഒ. ഞാൻ പറഞ്ഞു ഒ എന്ന് പറഞ്ഞുള്ള ഹൊറൈസനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് എന്ത് ഹൊറൈസൺ ഒ ഐ എന്നും പിന്നെ ഹൊറൈസൺ ഒ എ എന്നുള്ളതും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. So the OI horizon is the part of horizon O that contains the uppermost material in the soil. നമ്മൾ പറഞ്ഞു സോയിൽ എന്ന് പറയുന്നത് എർത്ത് ക്രസ്റ്റിൻ്റെ അപ്പർമോസ്റ്റ് ലെയറിൽ നിൽക്കുന്ന ഒന്നാണ്. സോ ഈ OI എന്താണ് പറയുന്നത് OI എന്ന് പറയുന്നത് അപ്പർമോസ്റ്റ് മെറ്റീരിയൽ, സോയിലിൻ്റെ ഏറ്റവും അപ്പർമോസ്റ്റ് മെറ്റീരിയലാണ്. Slightly decomposed organic matter such as the remains of plants and animals and are what create this layer, and they will slowly push down into deeper horizons over time. ഞാൻ പറഞ്ഞ ഏറ്റവും മുകളിലത്തെ അപ്പർമോസ്റ്റ് പോർഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓർഗാനിക് മാറ്റർ, അതായത് ഡെഡ് പ്ലാന്റ്സ്, എനിമൽസ്, ഇതൊക്കെ എന്ത് ചെയ്യും അവിടെ കിടന്ന് ഡീകമ്പോസ് ചെയ്ത് ഉള്ളിലത്തെ ലെയറിലേക്ക്, ഇപ്പോൾ ഇത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണല്ലോ, സോ ബാക്കിയുള്ള പോർഷനിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ദ ഓർഗാനിക് മെറ്റീരിയൽ ഇൻ ദ ഷാലോവസ്റ്റ് പാർട്ട് ഓഫ് this horizon is saturated with moisture due to its exposure to the weather and other environmental forces that do not usually reach the other layers of the soil എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് എന്താണ് ഒ എ. ഇപ്പോൾ ഒ എ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഇപ്പോൾ ഒ ഹൊറൈസണിൽ വരുന്ന ഒന്നാണ് ഒ എ ഹൊറൈസൺ എന്ന് പറയുന്നത്. ദ ഒ എ ഹൊറൈസൺ ഈസ് ജസ്റ്റ് ബിലോ ദ ഹൊറൈസൺ ഓഫ് ഒ ഐ. ഒ ഐയുടെ തൊട്ട് താഴെ വരുന്ന ഒന്നാണ് എന്ത് ഒ എ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഇതെന്ത് ഇവിടെയും ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. ദ ഓർഗാനിക് മാറ്റർ ഇൻ ദി സെക്ഷൻ ഓഫ് ദ ഒ ഹൊറൈസൺ ഈസ് സ്ലൈറ്റ്ലി മോർ ഡീകമ്പോസ്ഡ് ആൻഡ് ഹാസ് ബീൻ സിറ്റിംഗ് ഇൻ ടു ദ സോയിൽ ലോങ്ങർ. ദ OA layer of the soil is less saturated than the OI layer. ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഓർഗാനിക് മാറ്റർ ഇവിടെയും ഡീകമ്പോസ് ചെയ്യേണ്ടത്, കുറച്ചും കൂടി കൂടുതലായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ലെസ് സാച്ചുറേറ്റഡ് ആണ് കമ്പയർ ടു. ഇപ്പോൾ OI ലെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ OA എന്ന് പറയുന്നത് എന്താണ്, ലെസ് സാച്ചുറേറ്റഡ് ആണെന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഒ ഹൊറൈസൺ കഴിഞ്ഞു, അതിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, എ ഹൊറൈസൺ ആണ്. Once decomposing organic matter goes through the first horizon, it moves into horizon A. When this movement happens, the soil is then referred to as എലുവിയേറ്റഡ് സോയിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓ ഹൊറൈസണിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്ത് അതിന് തൊട്ടുള്ളിലത്തെ ലെയേഴ്സിൽ പോകുന്നുണ്ട്. സോ നമ്മൾ എവിടെ എത്തും, ഒ എ ഹൊറൈസണിൽ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു സോയിലിനെ പറയുന്നതാണ് എന്ത് എലുവിയേറ്റഡ് സോയിൽ എന്ന്. By this point, the organic matter has turned into humus, which is the dark material that forms when organic matter finish the decomposing. എന്താണ് പറയുന്നത്,
അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ ഓൾറെഡി ഓർഗാനിക് മാറ്ററൊക്കെ ഡീകമ്പോസ് ചെയ്ത് ഓൾറെഡി ഇപ്പോൾ ഹൊറൈസണിലെത്തി. അപ്പോൾ അത് ഹ്യൂമസ് ആയിട്ട് ഫോം ചെയ്യും. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് അതിൻ്റെയൊക്കെ ഒരു ഓർഗാനിക് മാറ്ററിനെയാണ് പറയുന്നത്. അപ്പോൾ അതായിട്ട് ഫോം ചെയ്യും. ദ ഹ്യൂമസ് പ്രൊവൈഡ്സ് വൈറ്റൽ ന്യൂട്രിയൻസ് ടു ദ സോയിൽ ആൻഡ് ആക്ട് ആസ് എ നാച്ചുറൽ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ ഫോർ ദ പ്ലാന്റ് ദാറ്റ് ആർ സ്റ്റിൽ അലൈവ് ഇൻ ദ ടോപ്പ് സോയിൽ. നമ്മൾ പല രീതിയിൽ കൃഷിക്കൊക്കെ കണ്ടിട്ടുണ്ട്. പച്ച ഇലകൾ അല്ലെങ്കിൽ പഴയ ഇലകളൊക്കെ നമ്മൾ ഇപ്പോൾ കൃഷിക്ക് ഒരു വളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ ഇലകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു വളം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഓർഗാനിക് മാറ്റർ, അതായത് പഴയ ഡീകമ്പോസ് ചെയ്ത പഴയ പ്ലാന്റ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ സോയിലിൽ അലിഞ്ഞ് ചേരുമ്പോൾ എന്താവും, സോയിൽ ഒന്നുകൂടി ഫെർട്ടിലൈസ്ഡ് ആവും. അപ്പോൾ അവിടെ വളർന്ന ചെടിയാണെങ്കിലും പ്ലാന്റ്സിനാണെങ്കിലും അതെന്തായാലും വളമായിട്ട് മാറും എന്നാണ് പറയുന്നത്. Once organic matter reaches this stage, it looks less like leaves, twigs and bones and more like soil. എന്താന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ചില്ല കാര്യങ്ങൾ, ലീവ്സ് അതൊക്കെ മാറി എന്താവും, ഇതൊക്കെ സോയിലിൽ കിടന്ന് എന്തായി മിക്സായി അത് ഇപ്പോൾ സോയിലിൻ്റെ ഫോർമാറ്റിൽ തന്നെ ആയിട്ട് മാറും. നമ്മൾ എന്നും ആ ഒരു ഫോമിലേക്ക് എടുക്കില്ല. Although horizon O is the top horizon in most soils, some have only a horizon A, in which case it would the surface horizon. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏറ്റവും ടോപ്പർ മോസ്റ്റ് ലെയറായിട്ട് വരുന്നത് ഏതാണ്, ഹൊറൈസൺ O ആണെന്ന്. പക്ഷേ ചില കേസിൽ ഹൊറൈസൺ O അല്ല, ഹൊറൈസൺ A. അപ്പോൾ അതാണ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുക, ടോപ്പ് മോസ്റ്റ് പോർഷനായിട്ട് ആക്ട് ചെയ്യുക. അടുത്തത് വരുന്നത് ഈ ഹൊറൈസൺ ആണ്. ഇൻ ഹൊറൈസൺ ദ ഹ്യൂമസ് ദാറ്റ് ഫോംഡ് ഇൻ ദ പ്രീവിയസ് ഹൊറൈസൺ ഈസ് നൗ ലാക്കിംഗ് nutrients and various minerals such as iron and aluminium. When plant roots pull these nutrients out of the soil, it starts to become lighter in color and pushes further in the soil to become this horizon. The texture of horizon is primarily sand and silt particles. അപ്പോൾ എന്താണ് പറയുന്നത്, ഞാൻ പറഞ്ഞു ഓരോ സ്റ്റേജ്, ഓരോ ഹൊറൈസൺ കഴിയുന്തോറും ടോപ്പർ മോസ്റ്റ് ഓയിലിൽ നിന്ന് ഡീകമ്പോസ് ചെയ്തിട്ടുള്ള എന്താണ് നമ്മുടെ ഇപ്പോൾ ഹ്യൂമസ് എന്ന് പറയുന്ന സംഭവം ഓരോന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, സെക്കൻഡ് പോയിന്റ്, വെൻ പ്ലാന്റ് റൂട്ട്സ് പുൾ ദീസ് ന്യൂട്രിയൻസ് ഔട്ട് ഓഫ് ദി സോയിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ബിക്കം ലൈറ്റർ ഇൻ. അപ്പോൾ പ്ലാന്റ്സ് അത് നമ്മളത് എടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ കളർ എന്തായിട്ട് മാറും, ലൈറ്റർ കളറായിട്ട് മാറും എന്നാണ് പറയുന്നത്. പിന്നെന്താ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെക്സ്ചർ എന്ന് പറയുന്നത് പ്രൈമർലി സാൻഡ് ആൻഡ് സിൽട്ട് പാർട്ടിക്കിൾസ് ആണ്. സോയിൽസ് ഹാവ് എ ബാലൻസ് ഓഫ് സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സോയിലിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് കേട്ടോ. വെൻ ദ സോയിൽ റീച്ചസ് ദിസ് ഹൊറൈസൺ ഇറ്റ് നോ ലോങ്ങർ കണ്ടെയ്ൻസ് ദ സെയിം എമൗണ്ട് ഓഫ് ക്ലേ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ലോസ് ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് മിനറൽസ്. നമുക്കറിയാം ഓർഗാനിക് മാറ്റർ ഓരോന്ന് കഴിയുന്തോറും കുറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാവണോണ്ട് അവിടെ എന്താണ് സെയിം എമൗണ്ട് ഓഫ് ക്ലേ എപ്പോഴും ഉണ്ടാവണം എന്നില്ല. ഹൊറൈസൺ ഈസ് ടിപ്പിക്കലി ലൈറ്റ് ബ്രൗൺ ആൻഡ് സാൻഡി. അതിൻ്റെ കളറാണ് ഞാനിത് കഴിയുമ്പോൾ ക്ലാസിഫിക്കേഷൻ കഴിയുമ്പോൾ അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്തത് ബി ഹൊറൈസൺ ആണ്. ഹൊറൈസൺ ബി ടെൻസ് ടു ഹാവ് മോർ കണ്ടൻറ്റ് ഇൻ ദ സോയിൽ ദാൻ ഹൊറൈസൺ എ. അപ്പോൾ എന്താ മോർ കണ്ടൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഏത് ഹൊറൈസൺ ഈനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൊറൈസൺ ബിയിൽ മോർ കണ്ടൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ബി ഹൊറൈസൺ ഈസ് ഓൾഡർ ആൻഡ് ആൾസോ ഹാസ് more structure which has built up over many cycles of the structure. The B horizon has a higher concentration of silicate clay compared to E horizon. നമ്മൾ പറഞ്ഞു മറ്റേ ഇതിൽ പ്രീവിയസിൽ ക്ലേ കണ്ടൻറ്റ് കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ക്ലേ കണ്ടൻറ്റ് എന്താണ് കൂടുതലാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് മിനറൽസ് സച്ച് ആസ് അയൺ, അലുമിനിയം, ജിപ്സം ആൻഡ് സിലിക്ക. അപ്പോൾ മിനറൽസിൻ്റെ കേസ് ആണെങ്കിലും കൂടുതലാണ്. ഹൊറൈസൺ ബി ക്യാൻ ആൾസോ ഷോ സൈൻ ഓഫ് ദ ഫോളോയിങ്. അവിടെ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എവിഡൻസ് ഓഫ് റിമൂവൽ ഓഫ് കാർബണേറ്റ്സ്, അതാണ് ഫസ്റ്റ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെസിഡുവൽ കോൺസെൻട്രേഷൻ ഓഫ് സെസ്ക്യൂ ഓക്സൈഡ്സ്. പിന്നെന്താ സിസ്ക്യൂ ഓക്സൈഡ്സ് ആണ് കേട്ടോ, സിസ്ക്യൂ ഓക്സൈഡ്സ്. കോട്ടിംഗ് ഓഫ് ദി സിസ്ക്യൂ ഓക്സൈഡ്സ് മേക്ക്
ദ ഹൊറൈസൺ ലോവർ ഇൻ വാല്യൂ ആൻഡ് മോർ കളർഫുൾ എന്നാണ് പറയുന്നത്. അടുത്തത് ഗ്രാനുലർ പ്രിസ്മാറ്റിക് സ്ട്രക്ചർ. ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബി ഹൊറൈസൺ ചോദിച്ചാൽ പറയുന്നത്. എന്താണ്? കമ്പാരിറ്റീവ്ലി ക്ലേ കണ്ടൻറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ മിനറൽ കണ്ടൻറ്റും കൂടുതലാണ് പ്രീവിയസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഓവറോൾ ഹൊറൈസൺ ബി ആക്ട് ആസ് എ ബഫർ ഹൊറൈസൺ ബിറ്റ്വീൻ അപ്പർ ലെയർ ആൻഡ് ഡീപ്പർ ഹൊറൈസൺസ് ദാറ്റ് ഹാവ് മോർ റോക്സ് ആൻഡ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? സീ ഹൊറൈസൺ ആണ് വരുന്നത്. ഹൊറൈസൺ സീ ഈസ് ദ ഏറ്റവും ബോട്ടം, ഏറ്റവും അടിയിലത്തെ ലെയർ ഓഫ് സോയിലിനെയാണ്. അതിനെ സബ്സ്ട്രാറ്റം എന്നും കൂടി പറയും. ഇതിലെന്തുണ്ട്? അൺകൺസോളിഡേറ്റഡ് ആയിട്ടുള്ള എർത്ത് മെറ്റീരിയൽ ഇതിലുണ്ട്. ഇത് ഹൊറൈസൺ സീ ഈസ് സബ്സ്റ്റാൻഷ്യലി ഡിഫറെൻറ്റ് ഫ്രം ദ അതർ ഹൊറൈസൺസ് സിൻസ് ഇറ്റ് ഹാസ് നോട്ട് അണ്ടർഗോൺ ദ സെയിം സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റഡ് ദ അപ്പർ ലെയർ ഓഫ് ദി സോയിൽ. അങ്ങനെയാണ് സീ ഹൊറൈസൺ കൂടി പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നത്തെ വരുമ്പോൾ ഒരു മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതെന്താണ്? ബോട്ടമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ആർ ഹൊറൈസൺ ആണ്. ഹൊറൈസൺ ആർ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ സോയിൽ. ഇതിപ്പോൾ പറയുന്നത് സോയിലിൻ്റെ ഒരു പാർട്ടല്ല. ഇറ്റ് ആക്ട് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ദി അതർ ഹൊറൈസൺസ് ഇൻ ദ ഗ്രൗണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഹൊറൈസൺസിൻ്റെ കാര്യം പറഞ്ഞു, അതിനൊരു ഫൗണ്ടേഷൻ പാർട്ടായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഹൊറൈസൺ ആർ ഈസ് ദ ബെഡ് റോക്ക് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹാർഡ് കൺസോളിഡേറ്റഡ് റോക്ക് ആൻഡ് സ്റ്റോൺ ദാറ്റ് ആർ പ്രാക്ടിക്കലി ഇംപെനിട്രബിൾ. ഇംപെനിട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കടത്തിയിടും. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ പോലും അത് കടത്തി വിടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇതിനെയാണ് അത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബെഡ് റോക്ക്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ആർ ഹൊറൈസൺ തന്നെ കേൾക്കണമെന്നില്ല, ഓൺലി ബെഡ് റോക്ക് എന്നുള്ള നെയിമിലായിരിക്കും കേൾക്കുക. സോ നമ്മൾ ഓരോ പോർഷനും ഇപ്പോൾ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബെഡ് റോക്ക് കണ്ട ഏറ്റവും അടിയിലൊരു എന്താണ് ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് മുകളിൽ സബ്സ്ട്രാറ്റം ഓർ സീ ഹൊറൈസൺ. അപ്പോൾ ഇത് രണ്ട് പേരിൽ അറിയപ്പെടും. പിന്നെ അതിന് മുകളിലുള്ളത് എന്താണ്? സബ് സോയിലാണ്. അതിനെയാണ് നമ്മൾ ബി ഹൊറൈസൺ, ഞാൻ പറഞ്ഞൊരു മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ടോപ്പ് സോയിലിനെ പറയണതാണ് എന്ത്? എ ഹൊറൈസൺ. പിന്നെ ഏറ്റവും പുറത്തെ ലെയർ ഓർഗാനിക്, ഒ ഹൊറൈസൺ. അപ്പോൾ രണ്ട് പേരും പഠിച്ചു വയ്ക്കുക. പലയിടത്തും പല രീതിയിൽ. ചിലയിടത്ത് നമ്മൾ ഓർഗാനിക്, ടോപ്പ് സോയിൽ, സബ് സോയിൽ, സബ്സ്ട്രാക്റ്റം, ബെഡ് റോക്ക് അങ്ങനത്തെ നെയിം മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. ചിലയിടത്ത് ഹൊറൈസൺ എന്നുള്ള രീതിയിൽ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഇതും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. രണ്ടും വന്നാലും എഴുതാൻ അറിയണം. സോയിലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഹൊറൈസൺ എന്ന് പറയുന്നത്. അടുത്തത് സോയിൽ കമ്പോസിഷൻ. നമ്മളൊരു സോയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ദ സോയിൽ ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ്. 5% ഓർഗാനിക് മാറ്റർ, 45% മിനറൽസ്, 20-30% ഡിഫറെൻറ്റ് ഗ്യാസസ് ആൻഡ് 20-30% ഓഫ് വാട്ടർ. ദെർഫോർ ദ സോയിൽ ഈസ് നോൺ ആസ് ഹെട്രോജീനിയസ് ബോഡി. ഇപ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് ഒരു എലമെൻറ്റ് ഉണ്ടാവുള്ളൂ. ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എലമെൻറ്റ് കൂടിയതായിരിക്കും. സോ അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞാൽ നമ്മളെന്താ ഓർഗാനിക് മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞു സോയിലിൽ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഓർഗാനിക് മാറ്റർ എന്താണെന്നൊക്കെ നോക്കി. ഓർഗാനിക് സബ്സ്റ്റൻസ് ഈസ് ഫൗണ്ട് ഇൻ വെരി സ്മോൾ എമൗണ്ട് ഇൻ ദ സോയിൽ. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് ഓർഗാനിക് മാറ്റർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡീകമ്പോസിഷൻ സ്റ്റേജ്. ദ ഓർഗാനിക് മാറ്റർ ഈസ് ഓഫ് ഫോളോയിങ് 3 ടൈപ്സ്. നമ്മൾ പറഞ്ഞു ഓർഗാനിക് മാറ്റർ ഡെഡ് പ്ലാന്റ്സ് ആവാം, ഡെഡ് അനിമൽസ് ആവാം. ഇതൊക്കെ ഒരു ചെറിയ എമൗണ്ടിലായിട്ട് എന്തിലുണ്ട്? സോയിലിൽ ഉണ്ട്. ഇപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതൊരു ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. കംപ്ലീറ്റ്ലി decomposed organic matter, partially decomposed organic matter, undecomposed organic matter. ഇപ്പോൾ ഈ ഓർഗാനിക് മാറ്റർ നമ്മൾ അലിഞ്ഞ് ചേരുക എന്ന് പറയില്ല. അത് കംപ്ലീറ്റായി അലിഞ്ഞ് ചേരുന്ന ഓർഗാനിക് മാറ്റർ ഉണ്ട്, കുറച്ച് മാത്രം അലിഞ്ഞ് ചേരുന്നുണ്ട്. എന്നാൽ ഒട്ടും ചേരാത്തതായിട്ടുള്ള ഓർഗാനിക് മാറ്ററും ഉണ്ട്. അടുത്തത് മിനറൽസ്. കുറച്ചും കൂടി കൂടുതൽ മിനറൽസ് ആണെന്ന് പറഞ്ഞിരുന്നു. മിനറൽസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദി സോയിൽ. ദീസ് ആർ സോളിഡ് കമ്പോണൻറ്റ് കമ്പോസ്ഡ് ഓഫ് ആറ്റംസ്. ദീസ് ഒക്കർ നാച്ചുറലി ആൻഡ് ഹാവ് എ ഫിക്സഡ് കെമിക്കൽ കമ്പോസിഷൻ. ഒലീവിയൻ ആൻഡ് ഫെൽസ്പാർ ആർ ദ മെയിൻ മിനറൽ പ്രസൻറ്റ് ഇൻ ദ സോയിൽ. ഒന്നുമില്ല, മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് മിനറൽസ് ആണ്. അപ്പോൾ മിനറൽസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന പറയണത്? കമ്പോണൻസ്. അതിൽ മിനറൽസ് എന്താ? സോളിഡ് കമ്പോണൻസ് കമ്പോസ്ഡ് ഓഫ് ആറ്റം ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഫിക്സഡ് കെമിക്കൽ കമ്പോസിഷൻ കൂടി ഉണ്ട്. അടുത്തത് എന്താ പറയുന്നത്? വാട്ടർ ആണ്. ദ സോയിൽ ഡിസോൾവ്സ് ദ മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ് ഇൻ ദ വാട്ടർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ്. ഇപ്പോൾ എന്താ സോയിലിൽ എന്തുണ്ടാവും? ഇപ്പോൾ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ദ സോയിൽ ഡിസോൾവ്സ് ദ മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ് ഇൻ ദ വാട്ടർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ്. അപ്പോൾ സോയിലിൽ അടങ്ങിയിട്ടുള്ള മിനറൽസ് അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ ഈ വാട്ടറായിട്ട് മിക്സ് ചെയ്ത്
ചെയ്തിട്ട് ആ വാട്ടർ എന്തെടുക്കുമ്പോൾ പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിനകത്തൊക്കെ കിട്ടുകയാണ് ചെയ്യുന്നത്. ദീസ് ആർ എസെൻഷ്യൽ. അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് അത് ഹെൽപ്ഫുൾ ചെയ്യും, അല്ലെങ്കിൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയാണ് അത്. അടുത്തത് ഗ്യാഷ്യസ് കമ്പോണൻസ് ആണ്. ദ എയർ ഫിൽഡ് പോർസ് ഓഫ് ദ സോയിൽ കണ്ടെയ്നിങ് ഗ്യാഷ്യസ് കമ്പോണൻസ്, നൈട്രജൻ ആൻഡ് ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ പോർസ് ഈസ് ജനറലി ദ അറ്റ്മോസ്ഫിയറിക് എയർ ഫിക്സഡ് ബൈ ദ മൈക്രോ ഓർഗാനിസംസ്. However, the composition of carbon dioxide is higher due to the gas produced by microorganism present in the soil. ഇപ്പം സോയിലിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസം ഉണ്ട്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യണ ഒന്നാണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നൈട്രജൻ, ഓക്സിജൻ ഇതൊക്കെ എന്തിലുണ്ടാവും, സോയിലുണ്ടാവും. അടുത്തത് സോയിലിൻ്റെ ഫോർമേഷനാണ് പറയുന്നത്. സോയിൽ ഫോർമേഷൻ, സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മെയിനായിട്ട് 3 മെത്തേഡ് വഴിയാണ് സോയിൽ ഫോം ചെയ്യുന്നത്. മെക്കാനിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, തേർഡ് ബയോളജിക്കൽ വെതറിങ്. ഈ 3 പ്രോസസ്സ് വഴിയാണ് എന്തുണ്ടാവുന്നത്, സോയിൽ ഫോം ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് മെക്കാനിക്കൽ വെതറിങ് ആണ്. എന്താണ് മെക്കാനിക്കൽ വെതറിങ്? ദിസ് ഈസ് കോമൺലി ഒബ്സർവ്ഡ് നിയർ ദ സർഫസ് ഓഫ് ദി എർത്ത്. മെയിനായിട്ട് സർഫസ് ഓഫ് ദി എർത്തിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. ഇതിന് പറയണത് ഫിസിക്കൽ വെതറിങ് എന്നും പറയും. ദിസ് പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫിസിക്കൽ ഫോഴ്സസ് സച്ച് എസ് വിൻഡ്, വാട്ടർ ആൻഡ് ടെമ്പറേച്ചർ. ഏത് വഴിയൊക്കെയാണ്? വിൻഡ് വഴി, അതിൻ്റെ വാട്ടർ, ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് അതിനെ എഫക്റ്റ് ചെയ്യണ ഫാക്ടേഴ്സ്. സെക്കൻഡ് വൺ വന്നിട്ട് പറയുന്നത് കെമിക്കൽ വെതറിങ് ആണ്. എന്താണ് കെമിക്കൽ വെതറിങ്? കെമിക്കൽ വെതറിങ് ഒക്കേഴ്സ് വെൻ റോക്സ് ആർ ബ്രോക്കൺ ഡൗൺ ബൈ കെമിക്കൽ റിയാക്ഷൻ. ഓഫൺ സച്ച് ടൈപ്പ് ഓഫ് വെതറിങ് ക്യാൻ ചേഞ്ച് ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദ സോയിൽ. നമ്മൾ പണ്ട് പറയാറുണ്ട് പാറക്കല്ല് അല്ലെങ്കിൽ കല്ലുകളൊക്കെ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് സോയിൽ വരുന്നത് കാണാം. സോ ആ സോയിൽ ബ്രോക്കൺ ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാവുമ്പോൾ, അങ്ങനെ ബ്രോക്കൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സോയിൽ വരികയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, കെമിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. ആൻഡ് ദി ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബയോളജിക്കൽ വെതറിങ് ആണ്. So not an actual weathering process, a living organism weaken and subsequently disintegrate rocks, often by initiating mechanical or chemical weathering. ഇപ്പം നമ്മൾ 2 മെത്തേഡ്സ് ഓൾറെഡി പഠിച്ചു. മെക്കാനിക്കൽ പഠിച്ചു, അതുപോലെ തന്നെ കെമിക്കൽ മെത്തേഡ് പഠിച്ചു. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ വെതറിങ് പ്രോസസ് അല്ല, ലിവിങ് ഓർഗാനിസം ഇപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, വീക്കൺ ചെയ്ത് പിന്നെ സബ്സിക്വൻ്റ്ലി ഡിസൻറ്റഗ്രേറ്റഡ് റോക്സ്, ഓഫൺ ബൈ ഇനീഷ്യേറ്റിംഗ് മെക്കാനിക്കൽ ഓർ കെമിക്കൽ വെതറിങ്. ഫോർ ഇൻസ്റ്റൻസ്, ട്രീ റൂട്ട്സ് ക്യാൻ ഗ്രോ ഇൻ ടു ക്രാക്സ് ഇൻ ദ റോക്ക്, പ്രയോറിംഗ് ദം ആസ് പാർട്ട് ആൻഡ് കോസിംഗ് മെക്കാനിക്കൽ ഫ്രാക്ചേഴ്സ്. മൈക്രോ ഓർഗാനിസം ക്യാൻ സെഗ്രിഗേറ്റ് കെമിക്കൽസ് ദാറ്റ് ഇൻക്രീസ് ദ റോക്ക് സസെപ്റ്റബിലിറ്റി ടു വെതറിങ്. ഇത് ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റൂട്ട് വളർന്ന് അത് പോയിട്ട് അത് റോക്കിലിടിച്ച് പിന്നെ ആ റോക്കിനുണ്ടാവണ ആ ഒരു എന്താ പറയുക മെക്കാനിക്കൽ ആയിട്ടുള്ള റീസൺ കൊണ്ട് എന്ത് ചെയ്യാം, അവിടെ ആക്ച്വലി ഇൻഡയറക്റ്റായിട്ട് മെക്കാനിക്കൽ വെതറിങ് ഒക്കെ ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സോയിൽ ഫോം ചെയ്യാം. റോക്കിൽ നമുക്ക് സോയിൽ ഫോം ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് എന്തിലുണ്ട്, സോയിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ അതിൻ്റെ കെമിക്കൽസ് ഒരുപാട് അത് പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കെമിക്കൽ റീസൺസ് കൊണ്ട് വെതറിങ് ഉണ്ടാവും. സോ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ ഒരു കെമിക്കൽ വെതറിങ് ഒക്കെ ചെയ്യാണ്. സോ അങ്ങനെയും വെതറിങ് സംഭവിച്ചിട്ട് എന്തുണ്ടാവും, സോയിൽ. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് മെത്തേഡല്ല, ഒരു ഇൻഡയറക്റ്റ് വഴി സംഭവിക്കുന്നതാണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സോയിലാണ്. സോയിൽ 4 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് സാൻഡി സോയിൽ, സിൽട്ട് സോയിൽ, ക്ലേ സോയിൽ ആൻഡ് ഫൈനലി ലോമി സോയിൽ. സോ ഓരോന്ന് എന്താണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വന്നിട്ട് പറയുന്നത് സാൻഡി സോയിലാണ്. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് സാൻഡ്. നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് സാൻഡാണ്. അതിൽ എന്തുള്ള സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് വെതേർഡ് റോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. സാൻഡി സോയിൽ ആർ വൺ ഓഫ് ദ പുവറസ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽ for growing plants because it has very low nutrients and poor water holding capacity, which make it hard for the plant's roots to absorb water. This type of soil is very good for the drainage system. നമുക്കറിയാം, നമ്മൾ കടപ്പുറത്തൊക്കെ കാണുന്ന മണ്ണ് അതൊക്കെ ഒരു സാൻഡ് ടൈപ്പാണ്. നമുക്കറിയാം അവിടെ അധികം പ്ലാന്റ്സ് ഒന്നും വളരില്ല, ബിക്കോസ് അവിടെ അധികം ന്യൂട്രിയൻസ് മിനറൽസ് ആ സാൻഡിൽ ഇല്ല. സോ പ്ലാന്റ്സിന് വളരാൻ പറ്റിയ അത്ര നല്ല സോയിലൊന്നുമല്ല, ഏറ്റവും ചീപ്പ് അല്ലെങ്കിൽ പുവറായിട്ടുള്ള ഒരു സോയിലാണ് എന്ത്, സാൻഡി സോയിൽ എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഡ്രെയിനേജ് സിസ്റ്റത്തിന് കമ്പാരിറ്റീവ്ലി ഗുഡാണ്. സാൻഡി സോയിൽ ഈസ് യൂഷ്വലി ഫോംഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓർ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് റോക്സ്. ഇപ്പോൾ ഗ്രാനൈറ്റ്, ലൈം സ്റ്റോൺ, കോഡ്സ് ഇതുപോലെയുള്ള റോക്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്, സാൻഡി സോയിൽ എന്ന് പറയുന്നത്. സോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങനത്തെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
സാൻഡി സോയിൽ എന്ന് പറയുന്നത്. അടുത്തത് സിൽട്ട് സോയിലാണ്. എന്താണ് സിൽട്ട് സോയിൽ? സിൽട്ട് വിച്ച് ഈസ് നോട്ട് ഹാവ് മച്ച് സ്മോളർ പാർട്ടിക്കിൾസ് കമ്പയർഡ് ടു സാൻഡി സോയിൽ. ഇപ്പോൾ സാൻഡി സോയിലിനെക്കാട്ടും കുറച്ചും കൂടി ചെറിയ പാർട്ടിക്കിൾസ് ഉള്ളതാണ് എന്ത്? സിൽട്ട്. മെയ്ഡപ്പ് ഓഫ് റോക്ക് ആൻഡ് അതർ മിനറൽ പാർട്ടിക്കിൾസ് വിച്ച് ആർ സ്മോളർ ദാൻ സാൻഡ് ആൻഡ് ലാർജർ ദാൻ ക്ലേ. ഇപ്പോൾ ക്ലേനേക്കാൾ കുറച്ചും കൂടി വലുതാണ്, എന്നാൽ എന്താണ് സാൻഡിനേക്കാൾ ഒന്നുകൂടി ചെറുതാണ്. ഇപ്പോൾ റോക്ക്, മിനറൽ പാർട്ടിക്കിൾസ് ഇതുകൊണ്ടൊക്കെയാണ് മെയ്ഡപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. It is the smooth and fine quality of the soil that holds water better than sand. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സാൻഡിലധികം വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഡ്രൈനേജ് കുറച്ചും കൂടി ഫാസ്റ്റാണ്. പക്ഷേ ഇത് എന്ത് ചെയ്യാം, വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മണ്ണാണ് എന്ത്? സിൽട്ട് സോയിൽ എന്ന് പറയുന്നത്. Silt is easily transported by moving currents and it is mainly found near the river, lakes and water bodies. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് ഇപ്പോൾ പുഴയുടെ അല്ലെങ്കിൽ ലേക്ക്, അതുപോലെ വാട്ടർ ബോഡീസിൻ്റെ ഒക്കെ ഒരു കരയിൽ കാണുന്ന അല്ലെങ്കിൽ അവിടെ കാണുന്നതാണ് എന്ത്? അതിൻ്റെ അടുത്ത് കാണുന്ന സോയിലാണ് എന്ത്? സിൽട്ട് സോയിൽ എന്ന് പറയുന്നത്. മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി എന്താണ്? ഫെർട്ടൈലാണ്. അഗ്രികൾച്ചർ പർപ്പസൊക്കെ ഈസി ആയിട്ട് തീർക്കും. അതുപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി ഒക്കെ ഗുഡാണ്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത് സിൽട്ട് സോയിലിൻ്റെ. നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് ക്ലേ സോയിലാണ്. ക്ലേ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എമംഗ് ദ അതർ 2 ടൈപ്സ് ഓഫ് സോയിൽ. ഇപ്പോൾ ബാക്കിയുള്ള 2 ടൈപ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി എന്താണ്? ചെറുതാണെന്നാണ് പറയുന്നത്. ടൈറ്റ്ലി പാക്ക്ഡ് ആണ്. എന്താ അധികം ഇപ്പോൾ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്പേസ് കുറച്ച് കുറവായിരിക്കും. ഈ സോയിൽ ഹാസ് വെരി ഗുഡ് വാട്ടർ സ്റ്റോറേജ് ക്വാളിറ്റി. ഇപ്പോൾ വാട്ടർ സ്റ്റോറേജ് ചെയ്യാൻ ക്വാളിറ്റിന് മോയ്സ്ചറും എയറൊക്കെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് വെരി സ്റ്റിക്കി ആണ്. അതുപോലെ തന്നെ സ്മൂത്താണ്. ഡ്രൈ ആവും. പിന്നെ ഡ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ക്ലേ ഈസ് ദ ഡെൻസസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽ വിച്ച് ഡസ് നോട്ട് ഡ്രെയിൻ വെൽ ഓർ പ്രൊവൈഡ് സ്പേസ് ഫോർ പ്ലാന്റ് റൂട്ട്സ് ടു ഫ്ലറിഷ്. ഇപ്പോൾ നമുക്ക് പ്ലാന്റ്സ്, റൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയ ഒരു ഇതില്ല ക്ലേ സോയിലിൽ. ക്ലേ സോയിൽ കളിമണ്ണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെല്ലായിടത്തും കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോമി സോയിലാണ്. 4th ടൈപ്പ് ഓഫ് സോയിൽ. ഇത് ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ സാൻഡിൻ്റെ, സിൽട്ടിൻ്റെ, ക്ലേയുടെയും ഒരു കോമ്പിനേഷനാണ്. ഇതെന്താ, അപ്പോൾ ഇതിനൊരു എബിലിറ്റി ഉണ്ട്, എന്താ? റീറ്റെയിൻ മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ്. പിന്നെ ഫാമിങ്ങിനൊക്കെ ഒക്കെ മോർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോയിലാണ് എന്ത്? ലോമി സോയിൽ. ദിസ് സോയിൽ ഈസ് ആൾസോ റെഫേർഡ് ടു ആസ് അഗ്രികൾച്ചർ സോയിൽ ആസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഇക്വിലിബ്രിയം ഓഫ് all 3 types of soil materials being sandy, clay and silt, and it also happens to have humans. Apart from this it also have higher, ഇപ്പോൾ കാൽസ്യം ലെവലും pH ലെവൽസും ഒക്കെ കുറച്ചും കൂടി ഇതിൽ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ ലോമി സോയിൽ. അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് എന്താണ് സോയിൽസിനെ കുറിച്ചിട്ട്, അതായത് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ അതിൻ്റെ കമ്പോസിഷൻ, അതുപോലെ തന്നെ ഹൊറൈസൺസ്, സോയിൽ എന്താണ്. അപ്പോൾ ഇത്രയ്ക്കാണ് സോയിലിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഞാൻ പറഞ്ഞു മൊഡ്യൂൾ 1 ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. എക്സാമിന് ഏത് വേണമെങ്കിലും ചോദിക്കാം. നമുക്കിന്ന് ഇന്ന പോർഷൻ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വരും എന്ന് പറയാൻ പറ്റില്ല. സിമ്പിൾ മനസ്സിലാക്കി നമ്മൾ ആ തിയറി അത്യാവശ്യം എഴുതേണ്ട പോയിൻറ്റ്സൊക്കെ നോക്കി വെച്ച് ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓരോന്നുള്ള കമ്പാരിസൺ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.